ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഇന്നെടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതായത് 2024 ഡിസംബർ 31 എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ വീടിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് രാവിലെ തന്നെ. എന്തിനാണ് കയറിയതെന്ന് വെച്ചാൽ കുറച്ച് മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവേലി സ്റ്റോറിൽ നിന്ന്. അപ്പോൾ അതെല്ലാം കൂടി ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മല്ലി വാങ്ങിയിട്ടില്ല, മുളക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പോരാത്തതിന് കുറച്ച് അടക്കമുണ്ട് മുകളിൽ, അതൊക്കെ രാവിലെ ഇങ്ങനെ വിരിച്ചങ്ങോട്ട് ഇടും ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ നല്ല വെയിൽ കിട്ടുമല്ലോ. രാവിലെ ആണെങ്കിലും നല്ല കാറ്റാണ്. സാധാരണ വൃശ്ചികക്കാറ്റ് എന്ന് പറയില്ലേ നമ്മൾ, അതേപോലത്തെ കാറ്റ്. വൃശ്ചികമൊക്കെ കഴിഞ്ഞിട്ടാണ് കാറ്റടിക്കുന്നത്. പിന്നെ ഈ തണുപ്പ് കാലത്തൊരു കാറ്റുണ്ടാവുമല്ലോ. പിന്നെ രാവിലെ നല്ല കാറ്റാണ്, രാവിലെ എണീക്കാനും തോന്നില്ല. നല്ല തണുപ്പും നല്ല കാറ്റും. പക്ഷേ ഈ കാറ്റിങ്ങനെ അടിക്കണ കാണാൻ നല്ല രസമുണ്ട്. കാറ്റടിക്കണ കാണാൻ നല്ല രസമുണ്ട്. കാറ്റടിക്കണ കാണാൻ നല്ല രസമുണ്ട്. അവിടെ അവിടെ നല്ല കാറ്റാവും. മലേൻ്റെ സൈഡല്ലേ. നിങ്ങൾ കോഴിയാളെ വിട്ടിട്ടില്ല അല്ലേ? കോഴി അതാ എന്നെ വിടൂ. ഇന്ന് രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറേ പണികളുണ്ട്. അപ്പോൾ അമ്മ വീടിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ഞാനും ഒപ്പം കയറിയതാണ് കേട്ടോ. അപ്പോൾ കുറേ പണികളുണ്ടെന്ന് പറഞ്ഞാൽ 2-3 ദിവസമായി ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് പണികൾ. ഇപ്പോൾ ഏതായാലും പുതുവർഷമൊക്കെ തുടങ്ങല്ലേ. അപ്പോൾ ഒന്നും കൂടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. പക്ഷേ വീട് വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. സാധാരണ എല്ലാ വർഷവും ഞാൻ ചെയ്യണത് തന്നെയാണത്. പിന്നെ ഞാൻ എവിടെ ചെന്നാലും എവിടെ കൊണ്ടുപോയിട്ടാലും എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ, ഒരു ന്യൂ ഇയർ വന്നാലോ, വിഷു, ഓണം, പിന്നെ നവരാത്രി, പിന്നെ നമ്മളെ കർക്കിടക മാസം, അതായത് രാമായണ മാസം, പിന്നെന്താ അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേകമായിട്ട് വീടൊന്ന് ക്ലീൻ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും എന്നാലും ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതെൻ്റെ രക്തത്തിലുള്ളതാണ് കേട്ടോ. അതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. അതിപ്പോൾ ഇവിടെ ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഇനി അമ്മേൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. എൻ്റെ വീട്ടിൽ ചെന്നാൽ ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെന്നാൽ വീടൊക്കെ ഒന്ന് ആകെ തട്ടി കൊട്ടി എല്ലായിടത്തും ഒക്കെ ഒന്ന് വലിച്ച് വാരിയിട്ട് അലക്കി തുടച്ച്, കാരണം വീടൊക്കെ എന്ന് അവർ വൃത്തിയാക്കണം. എന്നാലും എൻ്റെ വകയായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കും. അത് എൻ്റെ അച്ഛൻ പറയും, ഇവൾക്കിതൊരു സൂക്കേടാണ്, എന്തോ അസുഖമാണ് ഇത് ശരിക്കും ഇങ്ങനത്തെ ഒരു പ്രാന്താണ് പറയും എൻ്റെ അച്ഛൻ. കാരണം മേശ അപ്പുറത്തോട്ട് വെക്കുക, കട്ടിൽ ഇപ്പുറത്തോട്ട് പിടിച്ചിടുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വൃത്തിയാക്കിയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് വെച്ചത് മറ്റൊരു സ്ഥലത്തേക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒരു സത്യം പറഞ്ഞാൽ ഒരു തരം ഭ്രാന്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഭ്രാന്ത് ഇപ്പോഴും മാറിയിട്ടില്ല, അത് മാറുമില്ല. അത് നമ്മളെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ എന്നും തുടയ്ക്കണത് അടിച്ചു വരുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും പുതുവർഷമല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഫർണിച്ചറുകളൊക്കെ ഒന്ന് കഴുകി തുടച്ച്, പിന്നെ മാറാല തട്ടാനൊന്നുമില്ല കേട്ടോ. അത് അടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടുന്നതുകൊണ്ട് അധികം മാറാലൊന്നും കെട്ടിയിട്ടില്ല. എന്നാലും ഇന്നൊന്നും കൂടെ തട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാര്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മേശ, കസേര, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇതൊക്കെ 2-3 ദിവസം മുൻപെടുത്ത വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല. സാധാരണ നമ്മൾ തുടയ്ക്കുമ്പോൾ, എന്നും തുടയ്ക്കുമ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ ഒന്ന് തുടയ്ക്കും. പിന്നെ അലമാരകളും മേശയും കസേരയൊക്കെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കും. അപ്പോൾ പിന്നെ ഡീപ്പായിട്ട് ക്ലീനിങ് ആക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് ക്ലീനിങ് ആക്കാനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് കസേരകൾ, പിന്നെ മേശ ഉണ്ടായിരുന്നു, പിന്നെ സ്റ്റൂളുകൾ, അതൊക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ഓരോ പണികളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 2024 അവസാനിക്കുകയാണ് അല്ലേ. ഇപ്പോൾ പുതിയ വർഷമാണ് നാളെ. എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ 2025. പിന്നെ 2024 നമ്മൾ മൊത്തത്തിലൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ സന്തോഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ സങ്കടകരമായ അവസ്ഥ പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഒരു ദുഃഖത്തിനൊരു സന്തോഷം ഉണ്ടാവും, ഒരു സന്തോഷത്തിനൊരു ദുഃഖം ഉണ്ടാവും. അങ്ങനെ തന്നെയാണല്ലോ ജീവിതം.
അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സന്തോഷമുള്ള നിമിഷങ്ങളും സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ആഗസ്റ്റ് മാസം തൊട്ട് നവംബർ മാസം വരെ കുറച്ചൊരു ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ ഹോസ്പിറ്റൽ കേസ്. അതെന്താണെന്ന് വെച്ചാൽ കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ വന്നു. അതായത് പൊടിയൊക്കെ തട്ടി പൊടിയൊക്കെ കണ്ണിലായിട്ട് അതിൻ്റെ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ വന്നു. കണ്ണിൻ്റെ ഞരമ്പിന് ചെറിയൊരു തടിപ്പും നീർക്കെട്ടൊക്കെ ആയി. അപ്പോൾ അത് ഇഞ്ചക്ഷനൊക്കെ അടിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കണ്ണിനായതുകൊണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റിൽ ഒരാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെപ്റ്റംബർ മാസത്തിലൊന്ന് അഡ്മിറ്റായിട്ടോ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി. പക്ഷേ അന്നും ഇഞ്ചക്ഷൻ അടിച്ചില്ല. അപ്പോഴൊക്കെ തുള്ളിമരുന്നുണ്ടായിരുന്നു കണ്ണിലൊഴിക്കാൻ. പിന്നെ സെപ്റ്റംബർ മാസം കഴിഞ്ഞ് പിന്നെ നവംബറിൽ ഞങ്ങൾ വീണ്ടും അഡ്മിറ്റായിട്ടോ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് കണ്ണ് സ്കാൻ ചെയ്തപ്പോൾ കണ്ണിന് നീർക്കെട്ടോ കണ്ണിൻ്റെ ഞരമ്പിന് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആ തുള്ളിമരുന്നിൻ്റെ ശക്തി കൊണ്ടും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഏതായാലും രക്ഷപ്പെട്ടു കേട്ടോ. ഇപ്പോൾ കണ്ണിന് കുഴപ്പങ്ങളൊന്നുമില്ല, മരുന്നും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതാണിപ്പോൾ 2024 കുറച്ച് സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷമായ നിമിഷങ്ങളും സന്തോഷമായ ദിവസങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ 2024. അങ്ങനെ എൻ്റെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ രാവിലെ ഒരു 7:30 മണിയാകുമ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പുകയിലയാണ് കേട്ടോ. ഇനി പുകയില കഷായമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുകയില കഷായം എനിക്ക് കുടിക്കാനല്ല കേട്ടോ. ഞാൻ കുറേ മുളക് ചെടികളും പയറിൻ്റെ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയതായിട്ട് ഇങ്ങനെ കുത്ത് വരുന്നുണ്ട് ഇലകൾക്കൊക്കെ. പിന്നെ ചെറിയ ഈച്ചകളെ ശല്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുകയില കൊത്തി നുറുക്കിയിട്ട് അതിലേക്ക് നമ്മളെ ബാർ സോപ്പില്ലേ അതും ചെറുതായി അരിഞ്ഞിട്ടിട്ട് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് അച്ഛൻ പറഞ്ഞു തന്ന സൂത്രമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് അച്ഛൻ ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാം കൊത്തി നുറുക്കി അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കും. എന്നിട്ട് നന്നായി ആറിയതിന് ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം അതിലൊഴിച്ചിട്ടാണ് അങ്ങനെ നേർപ്പിച്ചിട്ടാണ് കേട്ടോ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലകളിലൊക്കെ. ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തന്ന സൂത്രമാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും കുറച്ച് പുകയിലേക്ക് വലിയ കലമാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എടുക്കാത്ത കലമാണ് കേട്ടോ. അപ്പോൾ പുകയിലയും സോപ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാത്ത കലത്തിലാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ എൻ്റെ മുളക് ചെടികൾ കണ്ടോ, നിറയെ മുട്ട് ഉണ്ട് കേട്ടോ, നിറയെ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മുളക് ഉണ്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് ചെടി മാത്രമല്ല കേട്ടോ, കുറ്റിപ്പയറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മണ്ണില്ലാതെ ഈ കരിയില മാത്രം ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഉപയോഗിച്ചിട്ട് അതാണ് ഈ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഞാനിത് നട്ടത്. അപ്പോൾ എൻ്റെ കൃഷി വിജയിച്ച് വരികയാണ് കേട്ടോ. ഇനി ഇതിൽ നിറയെ കായ്കളുണ്ടാട്ടെ, അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോയിൽ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ 2024 അവസാനിക്കാൻ പിന്നെ മണിക്കൂറുകളാണല്ലോ ബാക്കിയില്ലേ. അപ്പോൾ 2025 നല്ലൊരു പുതിയ വർഷം വരികയാണ്. അപ്പോൾ 2024 ദുഃഖങ്ങളും നഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാം നമ്മൾ മറക്കുക. ഇനി നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ 2025 എല്ലാവർക്കും. പിന്നെ പരീക്ഷണങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. ദൈവം നമ്മളെ പരീക്ഷിക്കാതിരിക്കുന്നില്ല. അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ അതിജീവിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് നല്ല കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരുന്ന പുതുവർഷം എല്ലാവർക്കും സന്തോഷമുള്ള നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും 1000 പുതുവത്സര ആശംസകൾ. താങ്ക് യു.